എൻ്റെ പൊന്നു ചങ്ങായിമാർ, ഇന്ന് നമുക്ക് പ്ലാവില കൊണ്ട് നമുക്ക് തോരൻ ഉണ്ടാക്കണം, പ്ലാവില കൊണ്ട് ജ്യൂസ് ഉണ്ടാക്കണം, പ്ലാവില കൊണ്ട് ഫേസ് പാക്ക് ഉണ്ടാക്കണം, പ്ലാവില കൊണ്ട് ചായ ഉണ്ടാക്കണം, പ്ലാവില കൊണ്ട് വെള്ളം തിളപ്പിച്ച് കുളിക്കണം. ഇങ്ങനെ ഒട്ടനവധി കാര്യങ്ങളുണ്ട്. അതിനു മുമ്പ് ഇത് ചേർത്ത് തയ്യാറാക്കാവുന്ന ചില ഔഷധക്കൂട്ടുകൾ, എന്തെന്ത് രോഗാവസ്ഥകളിലൊക്കെ ഇത് ഉപയോഗിക്കാം, പിന്നെ ഇത് എങ്ങനെയാണ് ഇത് വർക്ക് ചെയ്യണേ അത് നമുക്കറിയണ്ടേ. അതുകൂടാണ്ട് നമുക്ക് ഇതിന്റെ ഏത് ഭാഗങ്ങളൊക്കെ ഉപയോഗിക്കണേ നോക്കണം. ഇതൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്ത് അവസാനം വരെ കാണാം. ഓക്കെ, അപ്പോൾ നമുക്ക് വീഡിയോ ആരംഭിക്കാം. ഹലോ എവരി വൺ, ഡോക്ടർ.T.L.Xavier പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിലേ നമുക്ക് പ്ലാവിലയുടെ ഔഷധ ഗുണങ്ങൾ, ഇമ്മ്യൂണിറ്റി കൂട്ടാനായിട്ട് പ്ലാവില എന്ത് ചെയ്യുന്നു, ഇതാണ് നമുക്ക് പ്രധാനമായിട്ട് ചർച്ച ചെയ്യാനുള്ളത്. അപ്പൊ അതായത് നമ്മുടെ പ്രതിരോധ ശേഷി ഇങ്ങനെ ക്രമേണ കുറഞ്ഞു വരികയാണ് തലമുറകൾ കഴിയും തോറും, അല്ലേ? പലതരം ജീവിത രീതികൾ കൊണ്ടും ഭക്ഷണ രീതികൾ കൊണ്ടും ഒക്കെ വ്യത്യാസം വരുന്ന വഴി പ്രതിരോധ ശേഷി കുറഞ്ഞു വരുന്നു. അപ്പൊ ആ രോഗപ്രതിരോധ ശേഷി കൂട്ടാൻ, നമ്മുടെ ഇമ്മ്യൂണിറ്റി പവർ ബൂസ്റ്റ് ചെയ്യാനായിട്ട് ഒന്നാന്തരം ഒരു സംഗതിയാണ് പ്ലാവില. ഇതിന്റെ ഒട്ടനവധി ഗുണങ്ങൾ പറയാനുണ്ട്. ഒന്നൊന്നായിട്ട് വിശദമായിട്ട് പറയാം. സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ കാണുക. എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. ഓക്കെ, അപ്പൊ അതിനു മുമ്പ് വേണ്ടി ലൈക്ക് ചെയ്യാനായിട്ടൊന്ന് ഓർമ്മിപ്പിക്കുക കേട്ടോ. ഓക്കെ, അപ്പോൾ നമുക്ക് പ്ലാവിലയുടെ പ്രയോഗങ്ങൾ ഒന്ന് പരിശോധിക്കാം. അപ്പൊ ആദ്യം നമുക്ക് ഇത് എങ്ങനെയൊക്കെയാണ് വർക്ക് ചെയ്യണമെന്ന് നോക്കണ്ടേ. ഇതിന്റെ ഔഷധ ഗുണങ്ങൾ പരിശോധിക്കണ്ടേ. അതായത് ഇതിൽ ധാരാളം ആന്റി ഓക്സിഡൻസ് അടങ്ങിയിട്ടുണ്ട്. പ്രത്യേകിച്ച് ഡയബറ്റീസിനെ കുറയ്ക്കുന്നതിന് സഹായകമാകുന്ന ആന്റി ഓക്സിഡൻസ് ഉണ്ട്. അതുകൊണ്ട് പ്രമേഹ രോഗികൾക്ക് ഇതൊരു വളരെ ഒരു ഭാഗ്യമാണെന്ന് പറയാം പ്ലാവില. നമുക്ക് കേരളത്തിലാണെങ്കിൽ ഇത് സുലഭമായിട്ട് ഇഷ്ടം പോലെ കിട്ടുമല്ലോ. അപ്പോൾ പ്രമേഹ രോഗികൾക്ക് ഉപയോഗിക്കാം. പിന്നെ ഇത് WBC കൗണ്ട് കൂട്ടുന്നതിന് സഹായിക്കും. അതുകൊണ്ട് ക്യാൻസർ കണ്ടീഷനിലൊക്കെ വളരെ നല്ലതാണ്. അർബുദ രോഗികൾക്ക് വളരെ നല്ലതാണ്. അർബുദത്തെ ക്യാൻസറിനെ പ്രതിരോധിക്കുന്നതിന് സഹായിക്കുന്നുണ്ട്. WBC കൗണ്ട് കൂട്ടുന്നതിനുള്ള പ്രോപ്പർട്ടികളുണ്ട്. പിന്നെ പൊട്ടാസ്യം ധാരാളമായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഹൃദയാരോഗ്യത്തിന് നല്ലതാണ്. BP കുറയ്ക്കുന്നതിന് സഹായിക്കും. പിന്നെ കാൽസ്യം ഉണ്ട്. കാൽസ്യം ഉള്ളത് കൊണ്ടാണ് ഈ വാതരോഗികൾക്ക് ഇത് വളരെ ശ്രേഷ്ഠമായിട്ടുള്ളത്. ഓക്കെ, കാൽസ്യം അടങ്ങിയിട്ടുണ്ട്, പൊട്ടാസ്യം അടങ്ങിയിട്ടുണ്ട്, ധാരാളം ആന്റി ഓക്സിഡൻസ് അടങ്ങിയിട്ടുണ്ട്, പിന്നെ വൈറ്റമിൻ E അടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് കണ്ണുകൾക്ക് നല്ലതാണ്. ഇതൊക്കെയാണ് ഇതിന്റെ ആധുനിക വൈദ്യശാസ്ത്രം കണ്ടുപിടിച്ചിട്ടുള്ള ഗുണങ്ങൾ. ഓക്കെ, ഇനി അതുപോലെ നമ്മൾ ആയുർവേദ രീതിയിൽ പറയുകയാണെങ്കിലും ഇതിന് മധുര വിഭാഗമാണ്, ത്രിദോഷഹരത്വമാണ്. ത്രിദോഷഹരത്വമായിട്ടുള്ള മറ്റൊരു സംഗതിയാണ് ത്രിഫലയുടെ ഗുണങ്ങൾ വളരെ ശ്രേഷ്ഠമാണെന്ന് നിങ്ങൾക്ക് അറിയാലോ, നമ്മൾ മുൻപ് വീഡിയോകൾ ചെയ്തിട്ടുണ്ട്. അപ്പൊ അതേപോലെ ത്രിദോഷഹരത്വമാണ്, മധുര വിഭാഗമാണ്, മധുര രസമാണ്. ഓക്കെ, അപ്പോൾ എന്നാൽ ഉഷ്ണരൂക്ഷ ഗുണങ്ങളും കൂടിയതാണ്. അതാണ് ഇതിന്റെ പ്രത്യേകത. ഓക്കെ, അപ്പോൾ ഇതിന് ഒട്ടനവധി ഗുണങ്ങളുണ്ട്. ഒന്നൊന്നായിട്ട് പറയാട്ടോ. നമുക്ക് അവസാനം ഇത് വെച്ച് ജ്യൂസ് ഉണ്ടാക്കണം, ചായ ഉണ്ടാക്കണം, ഫേസ് പാക്ക് ഉണ്ടാക്കണം, അതെല്ലാം വഴിയെ പറയാം. അപ്പൊ അതിനു മുമ്പ് നമുക്ക് ഇതിന്റെ എന്തൊക്കെ ഘടകങ്ങളാണ് നമ്മൾ സാധാരണ ഉപയോഗിക്കേണ്ടതെന്ന് നോക്കാലോ. അപ്പൊ ഇന്ന് ഞാൻ ഇറങ്ങിയിട്ട് ഇച്ചിരി ഫോട്ടോ ഒക്കെ എടുത്തല്ലോ എന്ന് വിചാരിച്ചു. പിന്നെ വിചാരിച്ചു എന്തിനാ മലയാളികൾക്ക് പ്ലാവില പരിചയപ്പെടുത്തേണ്ട കാര്യമില്ലല്ലോ, നിങ്ങൾക്കൊക്കെ പറഞ്ഞറിയില്ലേ. അപ്പൊ നമുക്ക് ഇതിന്റെ തളിരല ഉപയോഗിക്കാം. തളിരല, ആ മുട്ട് കഴിഞ്ഞ് വിടർന്നു വരുന്ന തളിരലില്ലേ, അത് നമുക്ക് വേണം. പിന്നെ അത് കഴിഞ്ഞ് കുറച്ചും കൂടെ ഇളം ഇല വേണം. ഇളം തളിരല വേണം. പിന്നെ നമുക്ക് നല്ല മൂത്ത ഇല വേണം. പിന്നെ പഴുത്ത ഇല വേണം. പിന്നെ പഴുത്ത ഇലയുടെ ഞെട്ടി വേണം. ഇനി കരിഞ്ഞ ഇല കൊണ്ട് നമുക്ക് ഔഷധ ഗുണമുണ്ട്. ഓക്കെ, അതെല്ലാം വിശദമായിട്ട് പറയാം. അപ്പൊ ആദ്യം നമുക്ക് തളിരലയെന്ന് തുടങ്ങാം. ഇളം തളിരില നമുക്ക് ഏറ്റവും കൂടുതൽ നിങ്ങൾ കാത്തിരിക്കുന്ന സംഗതിയില്ലേ, ഫേസ് പാക്ക്, അതിനെടുക്കേണ്ട ഇളം തളിരിലയാണ്. ഏറ്റവും ചെറിയ തളിരില, അത് നന്നായിട്ട് പേസ്റ്റ് പോലെ അരച്ചെടുക്കുക. അപ്പൊ അത് അരയ്ക്കുമ്പോൾ അതിൽ നമുക്ക് ഇച്ചിരി തൈരും കൂട്ടാം, ഇച്ചിരി കടലമാവും കൂട്ടാം. അപ്പൊ ഫേസ് പാക്കുമ്പോൾ തുടങ്ങാം നമുക്ക് ഇതിന്റെ പ്രയോഗങ്ങൾ. ഓക്കെ, അപ്പൊ അതാണല്ലോ എല്ലാവർക്കും ഇഷ്ടം. അപ്പൊ ഇച്ചിരി തൈര്, ഇച്ചിരി കടലമാവ്, അതുപോലെ ഒരു 5-10 ഇല തളിരില, കുഞ്ഞില, അതും കൂടെ നന്നായിട്ട് അരച്ചെടുത്തിട്ട് നന്നായിട്ട് അരച്ചെടുക്കണം. അതിങ്ങനെ മുഖം ഒന്ന് വാഷ് ചെയ്ത് വൃത്തിയാക്കിയതിന് ശേഷം നമുക്ക് ഒരു ഫേസ് പാക്ക് പോലെ ഇട്ട് ഒരു 20 മിനിറ്റ് ഇരുന്നിട്ട് നമുക്ക് വാഷ് ചെയ്ത് കളയാം. ഇത് പതിവായിട്ട് ചെയ്യാമെങ്കിലേ നല്ല ഗോർജിയസ് സ്കിന്ന് വരും. സ്കിന്നിന് വളരെ അനുകൂലമായിട്ടുള്ള ഘടകങ്ങൾ ഇതിൽ അടങ്ങിയിട്ടുണ്ട്. വൈറ്റമിൻസ് ഉണ്ട്, ആന്റി ഓക്സിഡൻസ് ധാരാളമുണ്ട്. ആന്റി ഏജിങ് എന്ന് വിളിക്കാം ഇതിന്റെ പ്രോപ്പർട്ടീസ് കാരണം. ആ സ്കിന്നിൽ വരുന്ന ചുളിവുകൾ, റിങ്കിൾസ് വരുന്നത് തടയാനായിട്ട് സഹായിക്കുന്നുണ്ട്. ഡെയിലി യൂസ് ചെയ്യണം കേട്ടോ. പതിവായിട്ട് ഉപയോഗിക്കാമെങ്കിൽ ഇതിന് യാതൊരു സൈഡ് എഫക്റ്റും ഇല്ല, മനസ്സിലായോ? അപ്പൊ അത് കൃത്യമായിട്ട് ഉപയോഗിക്കാമെങ്കിൽ അപ്പൊ നമുക്ക് ഫേസ് പാക്ക് അങ്ങനെ ചെയ്യാം. ഇനി ഈ തളിരില തന്നെ നമുക്ക് ഇളം തളിരില അരച്ച് പേസ്റ്റ് ആക്കി എടുത്തിട്ടേ നമുക്കിപ്പോൾ ഇങ്ങനെ എവിടെയെങ്കിലും ഒരഞ്ഞു പൊട്ടുക, സൈക്കിളിൽ നിന്നൊക്കെ വീണോ ചുമരിൽ ഒരഞ്ഞോ ഒക്കെ വീണിട്ട് നിലത്ത് വീണിട്ടൊക്കെ ഒരഞ്ഞു പൊട്ടില്ലേ, ബ്രൂയിസസ് എന്ന് വിളിക്കില്ലേ, അതൊന്നും അധികം പഴുപ്പായിട്ടില്ല. ഈ അവസ്ഥയിൽ നമുക്ക് ഇത് അരച്ച് പുരട്ടി കഴിഞ്ഞാണല്ലോ, ഇളം തളിരില അരച്ച് പുരട്ടി കഴിഞ്ഞാൽ ആ മുറിവ് അത് ഉണങ്ങുന്നതിനായിട്ട് ആ മുറിവ് കരിയുന്നതിന് സഹായിക്കുന്നുണ്ട്. ഓക്കെ, പിന്നെ ഈ തളിരില തന്നെയാണ് നമുക്ക് വേണ്ടത് ചായ ഉണ്ടാക്കാനും. ഹെർബൽ ടീ, ജാക്ക്ഫ്രൂട്ട് ടീ എന്നൊക്കെ പറഞ്ഞാലേ, ജാക്ക്ഫ്രൂട്ട് ലീഫ് ടീ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ പുറമെ അത് വലിയ സംഭവമാണ്. അതിനൊക്കെ ഒരുപാട് പണച്ചെലവുണ്ട്. നമുക്കിത് ഇവിടെ ധാരാളം സുലഭമായിട്ട് ലഭിക്കുന്നതുകൊണ്ട് ഇതിന് വിലയില്ല. പക്ഷെ ഈ ഇലയുണ്ടല്ലോ, ഈ ഒരു 6-7 ഇല എടുക്കണം. ഒരു 6-7 കുരുന്ന ഇല എടുത്തിട്ട്
അതൊന്ന് ചതച്ചിട്ട് അത് മുഴുവനോടെ അങ്ങ് ചതച്ചിടാം. മനസ്സിലായോ? ചതച്ചിട്ടിട്ട് ഒരു 2 ഗ്ലാസ് വെള്ളം ഒഴിച്ച് നല്ല അസലായിട്ട് അങ്ങോട്ട് തിളപ്പിക്കുക. ആ തിളപ്പിച്ച് അരിച്ചങ്ങോട്ട് എടുത്തിട്ടുണ്ടല്ലോ, അതിലൊന്നും ചേർക്കേണ്ട കാര്യമില്ല. ഇനി വേണമെങ്കിൽ ചൂടോടെ കഴിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇച്ചിരി ചക്കര ചേർക്കാം, തെങ്ങിൻ ചക്കര ചേർക്കാം. ഇനി അല്ല തണുത്തിട്ട് ഉപയോഗിക്കണമെങ്കിൽ ഇച്ചിരി തേൻ ചേർക്കാം. അതും വളരെ നല്ലതാണ്. അപ്പോൾ നമുക്ക് ധാരാളം ആൻറ്റി ഓക്സിഡൻസ് കിട്ടും ശരീരത്തിൽ. ആൻറ്റി ഓക്സിഡൻസ് ധാരാളമായിട്ടുണ്ടെങ്കിൽ നമ്മുടെ ശരീരത്തിലുള്ള ആ ആൻറ്റി ടോക്സിൻ എഫക്റ്റ്, നമ്മുടെ ആ ഫ്രീ റാഡിക്കൽസിനെ നിർവീര്യമാക്കുന്നതിന് സഹായിക്കും. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ രക്തശുദ്ധി വരുത്തുന്നതിനും ശരീരത്തിൻ്റെ ഊർജ്ജവും ഉന്മേഷവും വർദ്ധിക്കുന്നതിന് സഹായിക്കും. അങ്ങനെയാണ് ഈ ഇമ്മ്യൂണിറ്റി വർദ്ധിക്കുന്നത്. മനസ്സിലായോ? അപ്പോൾ ഈ ഹെർബൽ ടീ, ജാക്ക് ഫ്രൂട്ട് ലീഫ് ടീ, പ്ലാവില ഇട്ടിട്ട് ചായ തിളപ്പിക്കുക എന്ന് പറഞ്ഞാൽ നമുക്ക് ചിരി വരും. പക്ഷേ ആ തളിരയിൽ ഒരു 5-8 ഇല 2 ഗ്ലാസ് വെള്ളത്തിൽ ചതച്ചിട്ട് നന്നായിട്ട് തിളപ്പിച്ച് 1 ഗ്ലാസ്സാക്കി വെറ്റിക്കുക. അരിച്ചെടുത്ത് ചൂടോടെ ഉപയോഗിക്കണം എന്നുള്ള ഒരു പനഞ്ചക്കരയോ തെങ്ങിൻ ചക്കരയോ ചേർക്കാം. തണുത്ത് ഉപയോഗിക്കുകയാണെങ്കിൽ തേൻ ചേർത്ത് ഉപയോഗിക്കാം. ഇനി തേൻ ചേർത്ത് ഉപയോഗിക്കാൻ നിങ്ങൾ തയ്യാറാവുകയാണെങ്കിൽ വേറൊരു ഗുണം കൂടി ഉണ്ട്. വെയിറ്റ് റിഡക്ഷനായിട്ട് നിങ്ങൾ ഒരുപാട് സംഗതികൾ തിരഞ്ഞെടുക്കില്ലേ. അപ്പോൾ ശരീരം മെലിയണം, തടി കുറയണം എന്ന് ആഗ്രഹമുള്ളവരാണെങ്കിൽ എന്തുകൊണ്ടാണ് കാരണം അറിയോ? ഇതിൽ ധാരാളം ഫൈബർ അടങ്ങിയിട്ടുള്ള സംഗതിയാണ്. അപ്പോൾ വിശപ്പും കുറയും. മനസ്സിലായോ? അപ്പോൾ അങ്ങനെ മെലിയുന്നതിനും അമിതമായിട്ടുള്ള കൊഴുപ്പ് കുറയ്ക്കുന്നതിനും സഹായിക്കും. ഇതേ ചായ തണുത്തതിന് ശേഷം, അതായത് 8 തളിരില ചതച്ചിട്ട് 2 ഗ്ലാസ് വെള്ളം ഒഴിച്ച് തിളപ്പിച്ച് വറ്റിച്ച് പകുതിയാക്കി വറ്റിച്ച് അരിച്ചെടുത്ത് തണുത്തതിന് ശേഷം 1 ടേബിൾ സ്പൂൺ തേനും കൂടെ ചേർത്തിട്ട് അതിരാവിലെ വെറും വയറ്റിൽ പതിവായിട്ട് അങ്ങോട്ട് സേവിച്ചാലുണ്ടല്ലോ ഈ ശരീരം മെലിയുന്നതിന് സഹായിക്കും. തടി കുറയുന്നതിന്, പൊണ്ണത്തടിയും കുടവയറും ഒക്കെ കുറയുന്നതിന് സഹായിക്കും. ഒപ്പം തന്നെ ഒരു ബോണസ് പോയിന്റ് കൂടി ഉണ്ട്. കൊളസ്ട്രോളിൽ അധികമായിട്ട് വർദ്ധിച്ചു നിൽക്കുന്ന കൊളസ്ട്രോളിനെ കുറയ്ക്കുന്നതിന് സഹായിക്കും. പിന്നെ ടൈപ്പ് 2 ഡയബറ്റീസിന്റെ കാര്യം പറയണ്ടല്ലോ. അപ്പോൾ അതിനുള്ള പ്രയോഗം പറയാം കേട്ടോ, അടുത്തായിട്ട് പറയാം. അപ്പോൾ തളിരയില കൊണ്ട് നമുക്ക് ഫേസ് പാക്ക് ഉണ്ടാക്കാം, ചായ ഉണ്ടാക്കാനായിട്ട് ഉപയോഗിക്കാം. അതുപോലെ നമുക്ക് ഈ മുറിവുകൾ ഉണക്കുന്നതിന് അപ്ലൈ ചെയ്യാം. അതും നല്ലതാണ്. ഇതൊക്കെ പതിവായിട്ട് ചെയ്യണം കേട്ടോ. നിത്യേന ചെയ്ത് കഴിഞ്ഞാൽ മുറിവ് കരിഞ്ഞു വരുന്നതിന് സഹായിക്കും. ചായ ഉണ്ടാക്കുന്നതുകൊണ്ടുള്ള ഗുണം ഇതുപോലെ നമുക്ക് ആൻറ്റി ഓക്സിഡൻസ് കിട്ടുന്നതിന്, ശരീരത്തിൻ്റെ ഊർജ്ജവും ഇമ്മ്യൂണിറ്റിയും വർദ്ധിപ്പിക്കുന്നതിന്, ഒപ്പം തന്നെ കൊളസ്ട്രോളിനെ കുറയ്ക്കുന്നതിനും തടി കുറയ്ക്കുന്നതിനും സഹായകമാകുന്നു. ഇനി നമുക്ക് കുറച്ചും കൂടി വലിയ ഇല്ല, ശരിക്കും മൂത്ത ഇല തന്നെ എടുക്കാം. മൂത്ത ഇല എടുത്തിട്ട് അതൊരു 3-4 ഇല മതി. അത് ചതച്ചിട്ടിട്ട് അത് കീറി ഇങ്ങനെ ചതച്ചിട്ടിട്ട് 1 കലം വെള്ളം അങ്ങോട്ട് തിളപ്പിക്കുക. ദിവസേന 1 കലം വെള്ളം അങ്ങോട്ട് തിളപ്പിച്ച് കഴിഞ്ഞാൽ അത് നന്നായിട്ട് വെട്ടി തിളപ്പിക്കണം. ഒരു 20 മിനിറ്റ് തിളച്ച് കഴിയുമ്പോൾ ആ ചണ്ടി അരിച്ചങ്ങോട്ട് മാറ്റുക. എന്നിട്ട് ആ വെള്ളം ഓരോ ഗ്ലാസ് ചൂടോടെ പകൽ മുഴുവൻ അങ്ങോട്ട് കുടിച്ച് തീർത്താണ്ടല്ലോ നല്ല ഉന്മേഷവും ഉണർവും ഒക്കെ ഉണ്ടാവും. മനസ്സിലായോ? അപ്പോൾ അതിനും ഇത് ഗുണമാവും. നമുക്ക് പാനജലായിട്ട് ഉപയോഗിക്കുന്ന അർത്ഥം. അതിന് നല്ല മൂത്ത ഇല വേണം. മൂത്ത ഇല എടുക്കാം, അങ്ങനെ ഉപയോഗിക്കാം. ഇനി അടുത്ത ഉപയോഗം, അത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന, ഞാൻ എൻ്റെ ക്ലിനിക്കിൽ വരുന്ന എല്ലാ റൊമാറ്റിക് പേഷ്യൻസ്, അതായത് സന്ധിഗതവാദവും രക്തവാദമായിട്ട് വരുന്ന രോഗികളാണല്ലോ കൂടുതൽ. അവരോടെല്ലാവരോടും നിങ്ങൾക്ക് പലർക്കും അറിയുന്നുണ്ടാവും, എൻ്റെ പേഷ്യൻസ് കാണുന്നുള്ള വീഡിയോ നിങ്ങൾക്ക് അറിയുന്നുണ്ടാവും. അതായത് പഴുത്ത പ്ലാവിലയും പേരയുടെ ഇലയും കൂടി ചതച്ചിട്ട് വെള്ളം തിളപ്പിച്ച് കുളിക്കാൻ പറയാറുണ്ട്. അതായത് നമ്മൾ തൈലങ്ങൾ നിശ്ചയിക്കലോ, ആ സന്ധ്യ ആയി കഴിഞ്ഞാൽ തൈലം തേച്ച് ചൂടാക്കി തൈലം തേച്ചിരുന്ന് വ്യായാമമൊക്കെ ചെയ്ത് ഒരു അരമണിക്കൂർ കഴിയുമ്പോൾ കുളിക്കാനായിട്ട് വെള്ളം നിർദ്ദേശിക്കും. അപ്പോൾ നിങ്ങൾക്ക് വാതകരങ്ങളായിട്ടുള്ള ഔഷധങ്ങളൊക്കെ പറയും. അത് പലപ്പോഴും കിട്ടിയില്ല എന്ന് വരും പലയിടത്തും. അപ്പോൾ അങ്ങനെ വരുമ്പോൾ എല്ലാ വീട്ടിലും ധാരാളമായിട്ട് സുലഭമായിട്ട് ലഭിക്കുന്ന സംഗതിയാണ് പഴുത്ത പ്ലാവിലയും പേരയുടെ ഇലയും. ഇത് പറഞ്ഞാൽ എല്ലാവർക്കും കിട്ടും. അപ്പോൾ പഴുക്കപ്ലാവിലെയും പേരയുടെ ഇലയും ചതച്ചിട്ട് വെന്ത വെള്ളത്തിൽ കുളിക്കാനായിട്ട് നിർദ്ദേശിക്കാറുണ്ട്. അപ്പോൾ അതെന്തുകൊണ്ടാണ് വർക്ക് ചെയ്യണേന്ന് അറിയോ? അതിൽ കാൽസ്യത്തിൻ്റെ കണ്ടന്റ് കൂടുതലുണ്ട്, പൊട്ടാസ്യം കൂടുതലുണ്ട്, ആൻറ്റി ഓക്സിഡൻസ് ധാരാളം കൂടുതലുണ്ട്, ത്രിദോഷകരത്വമാണ്, വാതകഫ ശമനമാണ്, മധുരരസമാണ്, മധുര വിഭാഗമാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഈ വാതരോഗങ്ങൾ ശമിക്കണേ. മനസ്സിലായോ? അപ്പോൾ സന്ധിഗത വാതരോഗികൾക്കും രക്തവാത രോഗികൾക്കും ഈ വെള്ളം തിളപ്പിച്ച് ഈ പഴുത്ത പ്ലാവില മുഴുവനായിട്ടിട്ട് തിളപ്പിച്ചിട്ട്, അതപ്പോൾ ഒരു കലത്തിൽ ഒരു 10-20 ഇല ഇട്ട് തിളപ്പിക്കാം. മനസ്സിലായോ? എന്നിട്ട് അതിന് ദിവസേന നമുക്ക് ആവശ്യമുള്ള വെള്ളം എടുത്തുകൊണ്ടിട്ട് കുളിക്കുക, വീണ്ടും വെള്ളം പകരുക. അങ്ങനെ അത് തിളപ്പിച്ചൊരു ചെമ്പൂല് വിറക് കൂട്ടി അങ്ങനെ വെച്ചാൽ മതി. മനസ്സിലായോ? ഇപ്പോൾ അതൊക്കെ ഫ്ലാറ്റിലൊക്കെ താമസിക്കുന്നവർക്ക് ഇപ്പോൾ ഇത് പറഞ്ഞിട്ട് കാര്യമില്ല. പക്ഷെ ഒരു 3 ദിവസത്തിൽ കൂടുതൽ ആ ഇല കിടക്കണ്ട. അത് കഴിയുമ്പോൾ ഒരു 3 ദിവസം കിടുമ്പോൾ ആ ഇല മൊത്തം മാറ്റി, ഇത് ഇഷ്ടം പോലെ കിട്ടില്ലേ നമ്മുടെ നാട്ടിൽ, ആ ഇലകൾ മാറ്റി. എന്താ വെച്ച് കഴിഞ്ഞാൽ ഇച്ചിരി പായലും പൂപ്പലൊക്കെ പിടിച്ച് അതിന് ഇച്ചിരി ഡിസ്റ്റേസ്റ്റ് സ്മെല്ലൊക്കെ, ഫൗൾ സ്മെല്ലൊക്കെ വരും. അപ്പോൾ അതുകൊണ്ട് ഇല മൊത്തം മാറ്റിയിട്ട് പുതിയ ഇല ഇടുക. അങ്ങനെ ആ പഴുത്ത പ്ലാവില ഒരു ചെമ്പ് വെള്ളത്തിലേക്ക് ഒരു 10-25 ഇല കൂടെ ഇട്ടോ, ഇഷ്ടം പോലെ കിട്ടില്ലേ, അതിട്ട് തിളപ്പിച്ച വെള്ളം കൊണ്ട് കുളിച്ചു കഴിഞ്ഞാൽ ഈ വാദസംബന്ധമായ വേദനകൾ കുറയുന്നതിന് സഹായിക്കും, വാദത്തിനെ ശമിപ്പിക്കും. സന്ധിഗത വാത രോഗികൾക്കും രക്തവാത രോഗികൾക്കും പ്രത്യേകിച്ച്. ഇനിയിപ്പോൾ എന്തെങ്കിലും ഇടിവ് ചതവ് വീഴ്ചയൊക്കെ പറ്റിയിട്ട് നമ്മൾ തൈലൊക്കെ ഇട്ട് ഒന്നൊരു ഉഴിച്ചിലൊക്കെ കഴിഞ്ഞിട്ട് നമുക്കൊന്ന് ആവി പിടിക്കണം എന്നൊക്കെയാണ്. അപ്പോൾ ഈ പഴുത്ത പ്ലാവിലിട്ട് തിളപ്പിച്ച വെള്ളത്തിൽ നമുക്ക് തോർത്ത് മുണ്ട് മുക്കി പിഴിഞ്ഞിട്ടേ അതുകൊണ്ടൊന്ന് ആവി പിടിച്ചു കഴിഞ്ഞാൽ ആ വാദത്തിനെ ശമിപ്പിക്കുമ്പോൾ വേദന കുറയില്ലോ. ആ നീർക്കെട്ട് പോകുന്നതിനും വാദസംബന്ധമായ വേദനകൾ കുറയുന്നതിനും ആ വീഴ്ച കൊണ്ട് ഇടി ഒടിവ് ചതവ് കൊണ്ട് പറ്റിയിട്ടുള്ള വേദനകൾ നീർക്കെട്ട് കുറയുന്നതിന് സഹായിക്കും. ഇതേ വെള്ളത്തിൽ തന്നെ കുളിക്കുന്നതിനും ഉപയോഗിക്കാം. ഓക്കെ, അപ്പോൾ അങ്ങനെ ഒരു ഉപയോഗമില്ലേ. ഇനി നമുക്ക് ഈ ആടുങ്ങൾ ഇത്
ആടുങ്ങളുടെ ഭക്ഷണമാണ്. ആടുങ്ങൾ തിന്നുന്ന ആട്ടുങ്ങൾക്ക് തീറ്റ കൊടുക്കാനായിട്ടാണ് ഇത് മിക്ക പ്ലാവിലെയും പല വീടുകളിലും ഉപയോഗിക്കുന്നത്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചക്ക ഇവിടെ സുലഭല്ലേ, ചക്കപ്രിയന്മാരൊക്കെ കുറഞ്ഞു വരിക. അപ്പൊ അതുകൊണ്ട് ഇതിന്റെ പ്ലാവില എല്ലാവർക്കും അറിയാം ആടുങ്ങൾക്ക് കൊടുക്കാനായിട്ട്. ആടിനെ വളർത്തുന്ന വീടുകളിലൊക്കെ പ്ലാവില ഉണ്ടാവും. എന്താ വെച്ച് കഴിഞ്ഞാൽ അവരിത് ധാരാളമായിട്ട് കഴിക്കും. അപ്പോൾ ഇത് തിന്ന് വളരുന്ന ആടുകളുടെ പാലിന് നല്ല ഔഷധ ഗുണമാണ്, മനസ്സിലായോ? ഇനി വേറെ ഗുണമുണ്ട്. അതായത് നമ്മൾ ഈ ഫീഡിങ് മദേഴ്സ് ഇല്ലേ, പ്രസവരക്ഷയുടെ സമയത്ത് ഇതുമായിട്ട് തോരനൊക്കെ ഉണ്ടാക്കി കഴിക്കും. അത് അവസാനം പറയാം. അതിനു മുമ്പ് വേറെ ചില കാര്യങ്ങൾ പറയുന്നുണ്ട്. അതായത് ആന്റി ക്യാൻസറസ് എന്ന് പറഞ്ഞല്ലോ. അതായത് ഇതിന് ഇനി പഴുത്ത പ്ലാവലയുടെ ഉപയോഗം പറഞ്ഞു. ഇനി പഴുത്ത പ്ലാവലയുടെ ഞെട്ടിയിൽ, പഴുക്ക പ്ലാവലയുടെ ഞെട്ടി മാത്രം പിടിച്ചെടുക്കുക. ഇതുകൊണ്ടൊരു അത്ഭുത ഗുണമുണ്ട്. അതെന്താണെന്നറിയോ? നമ്മൾ ഈ സ്ഥിരമായിട്ട് ഗ്യാസ് ട്രബിളും അസിഡിറ്റി ഒക്കെ ഉള്ളവർ, ദഹന സംബന്ധമായ പ്രശ്നങ്ങൾ, അസിഡിറ്റി, വയറെരിച്ചില്, പുളിച്ചു തേട്ടല്, ഗ്യാസ് ട്രബിള്, ദഹനമില്ലായ്മ, ഇത്തരം അവസ്ഥയിൽ എന്താ ചെയ്യേണ്ടതെന്ന് അറിയോ? പഴുക്ക പ്ലാവലയുടെ ഞെട്ടി പൊട്ടിച്ചെടുക്കുക. ഞെട്ട് മാത്രം പൊട്ടിച്ചെടുക്കുക. അതൊരു 5-10 വേണം. അതുപോലെ 1 ടീസ്പൂൺ ജീരകം. ഇത് രണ്ടും കൂടെ ചട്ടിയിൽ ചെറുങ്ങനെ ഒന്ന് ചൂടാക്കിയിട്ട് ഒരു 2 ലിറ്റർ വെള്ളം തിളപ്പിക്കുക. ഒരു 2 ലിറ്റർ വെള്ളത്തിലേക്ക് 1 ടീസ്പൂണേ വേണ്ടു ജീരകം. അതുപോലെ ഒരു 10 പ്ലാവില ഞെട്ടി എടുത്തോ. അതൊന്ന് ചട്ടിയിലൊന്ന് ചൂടാക്കിയിട്ട് അതിട്ടിട്ട് 2 ലിറ്റർ വെള്ളം വെട്ടി തിളപ്പിച്ചിട്ട് പിന്നെ ആ ചണ്ടി അങ്ങോട്ട് അരിച്ചു മാറ്റി ഈ വെള്ളം കൂടെ അങ്ങോട്ട് കുടിച്ചാണ്ടല്ലോ നിങ്ങൾക്ക് ഈ അസിഡിറ്റി, നെഞ്ചരിച്ചില്, ഗ്യാസ് ട്രബിള് ഇതൊക്കെ കുറയുന്നതിന് സഹായിക്കും. അപ്പൊ അങ്ങനെ ഒരു ഗുണമുണ്ട്. അപ്പോൾ പ്ലാവല ഞെട്ടിയിട്ട് ഗുണമായി. അപ്പോൾ പ്ലാവല വെള്ളം വെച്ച് പാനജലമായിട്ട് കുടിക്കാം, പഴുത്ത പ്ലാവല കുളിക്കാനായിട്ട് ഉപയോഗിക്കാം, പ്ലാവല ഞെട്ടി നമുക്ക് ഇതുപോലെ അസിഡിറ്റി, ഗ്യാസ് ട്രബിളിന് ഉപയോഗിക്കാം. ഇനി അടുത്ത ഗുണം പറയാം. അടുത്ത ഗുണം എന്താ അറിയോ? ഈ പഴുത്ത പ്ലാവല വീണ് കരിഞ്ഞു ഉണങ്ങിക്കോട്ടെ. ഈ കരിഞ്ഞല്ലേ നമുക്ക് വേണ്ടത്. കരിഞ്ഞ പ്ലാവലയ്ക്കും ഔഷധ ഗുണ എന്താല്ലേ. ഈ കരിഞ്ഞ പ്ലാവല, ഉണങ്ങിയ പ്ലാവല എടുത്തിട്ട് കത്തിക്കുക, എന്നിട്ട് ആ ചാരം ഇടുക. ആ ചാരം ഉണ്ടല്ലോ, ആ ചാരം നമ്മൾ ഇങ്ങനെ ഒരു ഇച്ചിരി വെള്ളം കൂട്ടിയിട്ട് ഒന്ന് പേസ്റ്റ് പോലെ ആക്കിയിട്ട് വായ്പുണ്ണ് വരില്ലേ, സ്റ്റൊമറ്റൈറ്റിസ്, എഫ്തസ് അൾസർ എന്ന് വിളിക്കുന്ന മൗത്ത് അൾസർ ഇല്ലേ, വായ്പുണ്ണ് സ്ഥിരമായിട്ട് വരുന്നവർ ഈ പ്ലാവില കരിച്ച ചാരം അരിച്ചെടുത്ത് സൂക്ഷിച്ചു വെക്കുക. ഇത് ഇച്ചിരി വെള്ളം കൂട്ടിയിട്ട് ഒന്ന് ചാലിച്ചിട്ട് അവിടെ പുരട്ടാം. ഇനി കുഞ്ഞു കുട്ടികളൊക്കെ ആണെങ്കിൽ അതിൻ്റെ ഇത്തിരി തീക്ഷ്ണത, ക്ഷാര സ്വഭാവം ഉണ്ടല്ലോ, അത് പറ്റില്ലെങ്കിൽ അവർക്ക് ഇച്ചിരി തേനിൽ ചാലിച്ച് അങ്ങോട്ട് പുരട്ടി കൊടുത്താൽ ഈ വായ്പുണ്ണ് വരുന്നതാണ് ശമിക്കും. മനസ്സിലായോ? അതിനും ഗുണമാണ്. അപ്പോൾ ഇതിൻ്റെ എല്ലാ സാധനങ്ങളും, തളിരിലയും വലിയ ഇലയും ഞെട്ടിയും പഴുത്ത ഇലയും കരിഞ്ഞ ഇലയ്ക്ക് വരെ ഗുണ അല്ലേ. അങ്ങനെ ഒട്ടനവധി ഗുണങ്ങളാണ്. ഇനി നമുക്ക് ഇതുകൊണ്ട് ഒരു സംഗതി കൂടി, 2 കാര്യം കൂടെ ഉണ്ടാക്കാനുണ്ട്. ജ്യൂസ് ഉണ്ടാക്കണം, അതുപോലെ തോരൻ ഉണ്ടാക്കണം. തോരനും വെക്കണം. അപ്പോൾ അതും കൂടെ പറഞ്ഞുതരാം. തോരൻ നിങ്ങൾക്കറിയാം, നമ്മൾ ഈ പ്രസവരക്ഷയ്ക്ക് ഗർഭിണികൾ പ്രസവം കഴിഞ്ഞ് കഴിയുമ്പോഴേ വീട്ടിൽ പ്രസവരക്ഷയുടെ ഭാഗമായിട്ട് ഈ പ്ലാവില തോരൻ വെച്ച് കൊടുക്കും. ഇളം പ്ലാവില. അതെന്തിനാണെന്നറിയോ? മുലപ്പാല് വർദ്ധിപ്പിക്കുന്നതിനാ. പിന്നെ ആ പ്രസവരക്ഷയിലുണ്ടാകുന്ന ആ പ്രസവ സമയത്തുണ്ടായ ക്ഷീണവും ബുദ്ധിമുട്ടുകളും വായു വർദ്ധിക്കില്ലോ, വായുകോപമൊക്കെ ശമിപ്പിക്കുന്നതിന് ഈ പ്ലാവില തോരൻ വെച്ച് കഴിക്കുന്നത് നല്ലതാണ്. അതുപോലെ പഴുത്ത പ്ലാവില ഇട്ട് തിളപ്പിച്ച് വെള്ളം കുളിക്കാനായിട്ട് എടുക്കാം പ്രസവരക്ഷ സമയത്ത്. ഓക്കെ, അപ്പം ഇനി നമുക്ക് തോരൻ ഉണ്ടാക്കേണ്ട എങ്ങനെയാന്ന് നോക്കാം. തോരൻ തയ്യാറാക്കാനായിട്ട് നമുക്ക് നല്ല തളിരലയല്ല, എന്നാ മൂത്തലയല്ല, അതിന് ഇടയ്ക്കുള്ള പരുവത്തിലുള്ള ഇലയിൽ ആ ഇല ഒരു 8-10 ഇല പൊട്ടിച്ചെടുക്കുക. 10-20 ആയിക്കോട്ടെ, സുലഭമായിട്ട് കിട്ടുമല്ലോ. എന്നിട്ട് പക്ഷെ അതിൻ്റെ ഉള്ളിൽ ആ നാരുണ്ട്, അത് നമ്മൾ എടുത്ത് മുറിച്ചിങ്ങനെ കളയണം. അതിൻ്റെ പുറകിൽ ആ നാര് വരില്ലേ, ആ നാര് വന്ന് അത് അങ്ങനെ ഇലയിൽ വരുന്ന നാരൊക്കെ അത്ര കനായിട്ടുണ്ടാവില്ല. ഇളം ഇലയാകുമ്പോൾ നല്ല മൂത്തലയുടെ തൊട്ട് മുമ്പത്തെ പരുവത്തിലുള്ള ഇല എടുക്കുക കേട്ടോ. ഓക്കെ, എന്നിട്ട് അതിൻ്റെ ആ നാര് പൊട്ടിച്ച് കളയുക. എന്നിട്ട് ആ ഇല ഇങ്ങനെ കീറി എടുത്തിട്ട് കഴിഞ്ഞിട്ട് നൈസായിട്ട് അരിയണം, കുനുകുനാന്ന് അരിയുക. എത്ര ചെറുതാക്കി അരിയണോ അത്രയും ടേസ്റ്റ് കൂടുതലാണ്. അത് അരിഞ്ഞെടുക്കുക. എന്നിട്ട് അത് നമുക്ക് ഇതിൻ്റെ 3 ഘട്ടങ്ങളുണ്ട്, 3 സ്റ്റേജ് ഉണ്ട്. ആദ്യത്തെ സ്റ്റേജിൽ നമ്മൾ ഈ ഇല അരിഞ്ഞെടുത്തത് നമ്മൾ പ്രഷർ കുക്കറിൽ വെച്ചിട്ട് ഒരു 3-4 വിസിലടിച്ചൊന്ന് വേവിക്കുക. വെള്ളത്തിലിട്ട് തിളപ്പിച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഔഷധ ഗുണമൊക്കെ പോവില്ലേ. അപ്പോൾ അത് കാരണം ഒരു പ്രഷർ കുക്കറിൽ വെച്ചിട്ട് അതൊരു തട്ടിൽ വെച്ചിട്ട് അതിൽ ഇച്ചിരി വെള്ളം ഒഴിച്ചിട്ട് അതൊരു തട്ടിൽ വെച്ചിട്ട് പിന്നെ ഈ അരിഞ്ഞ ഇല ഒരു പാത്രത്തിലാക്കിയിട്ട് പ്രഷർ കുക്കർ അടച്ചു വെച്ച് ഒരു 3 വിസിലോ 4 വിസിലോ അടിച്ചു കഴിയുമ്പോൾ അതെടുക്കുക. ഓക്കെ, അപ്പോൾ അതവിടെ ഇരുന്നോട്ട് വിസിലടിച്ചിട്ട് പിന്നെ നമുക്ക് വേണ്ട സംഗതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെറുപയർ വേണം. ചെറുപയറും വേവിച്ചെടുക്കുക നന്നായിട്ട്. അത് കഴിഞ്ഞാൽ നമുക്ക് വേണ്ട സംഗതി എന്ന് പറഞ്ഞാൽ ഒരു അരമുറി നാളികേരം, ഒരു കഷ്ണം പച്ചമുളക്, കുറച്ച് ചുവന്നുള്ളി, കുറച്ച് വെളുത്തുള്ളി തൊലി കളഞ്ഞത്, 1-2 പച്ചമുളക്, പിന്നെ അല്പം ഉപ്പും അല്പം മഞ്ഞളും. ഇത്രയാണ് വേണ്ട സംഗതികൾ. അപ്പോൾ ഈ സംഗതികളൊക്കെ കൂടി ഒന്ന് അരച്ചെടുത്തിട്ടേ അതൊന്ന് ഒരു മിക്സിയിലൊന്ന് അടിച്ചെടുക്കുക. അത് കഴിഞ്ഞിട്ട് നമ്മൾ കടുക് പൊട്ടിച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കടുക് പൊപ്പിച്ചെടുത്തിട്ട് ഈ അരപ്പും ചേർത്തൊന്ന് ഇളക്കിയിട്ട് നമുക്ക് ആദ്യം തന്നെ എന്ത് വേണം, ഈ ഇല അങ്ങോട്ട് തട്ടിയിട്ട് ഇളക്കി അത് അങ്ങോട്ട് ചേർത്തൊന്ന് വിരകിയിടുക. അത് കഴിയുമ്പോൾ ചെറുപയർ വേവിച്ച് വെച്ചും കൂടെ ചേർത്ത് വിരകിയെടുത്ത് കഴിഞ്ഞാൽ നല്ല ഒന്നാന്തര തോരനായി.
മനസ്സിലായോ? ഈ ഭാഗം വരുമ്പോൾ എനിക്കൊരു തപ്പല് നിങ്ങൾക്ക് മനസ്സിലായില്ലേ? എന്താ ഞാൻ ഉണ്ടാക്കിയിട്ടില്ല കേട്ടോ, ഞാൻ അത് ഉണ്ടാക്കിയത് കഴിച്ചിട്ടുള്ള പരിചയമുള്ളൂ. അപ്പോൾ അതുകൊണ്ട് പറഞ്ഞു എന്ന് മാത്രം. അപ്പോൾ ഇങ്ങനെ തോരൻ ഉണ്ടാക്കിയിട്ട് പ്രത്യേകിച്ച് ഗർഭിണികൾക്ക് കൊടുത്തു കഴിഞ്ഞാൽ പ്രസവരക്ഷാ സമയത്ത് കൊടുത്തു കഴിഞ്ഞാൽ മുലപ്പാൽ വർദ്ധിക്കുന്നതിന്, അതുപോലെ പ്രസവ സമയത്തുണ്ടായിട്ടുള്ള ക്ഷീണമൊക്കെ പോകുന്നതിന്, ആ വാദ സംബന്ധമായ ബുദ്ധിമുട്ടുകൾ കുറയുന്നതിന് സഹായിക്കും. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് ഈ ക്ഷീണം വഴി ഇവർക്ക് ഭാവിയിൽ വരാൻ സാധ്യതയുള്ള വാദസംബന്ധമായ രോഗങ്ങൾ തടയുന്നതിന് പോലും ഇത് സഹായകമാവും. പ്ലാവില തോരൻ. ഇനി നമുക്ക് അവസാനമായിട്ട് ഒരു പ്രോമിസും കൂടെ ഉണ്ടായിരുന്നു, പ്ലാവില ജ്യൂസ്. ഇതിന് ഇളം തളിരില വേണം, ഒരു 5-6 ഇല എടുക്കാം. അതിന് നമുക്ക് കൂടെ വേണ്ടത് ഇഞ്ചി വേണം, പുതിനയില വേണം, ഒരു പകുതി ചെറുനാരങ്ങ വേണം. ഓക്കെ, ഇത്രയും സംഗതിയിൽ ചെറുനാരങ്ങ പിഴിഞ്ഞെടുക്കുക. അതുപോലെ ഈ പച്ചമുളക് ഒരു കുഞ്ഞ കഷ്ണം മതി. കൂടുതലായി കഴിഞ്ഞാൽ കൂടുതൽ വലിയ കഷ്ണമായ എരിവ് അനുഭവപ്പെടും. ഒരു കുഞ്ഞ കഷ്ണം ഉണ്ടായ ആ ഒരു ചൊടി ഉണ്ടാവും. അതുപോലെ മിന്റ്, പുതിനയില ചേർക്കാം, അല്പം ഉപ്പും വേണം. ഇത് നല്ല തണുത്ത വെള്ളം ചേർത്തിട്ട്, നമ്മൾ കൂജയിലിരിക്കുന്ന വെള്ളം മതി, അതും ചേർത്ത് അങ്ങോട്ട് അരിച്ചെടുത്തിട്ട് അങ്ങോട്ട് കുടിക്കുക. ഇത്രയും സംഗതികൾ ചേർത്തിട്ട്. അപ്പോൾ നമുക്കിനി മധുരം വേണ്ട വിദ്വാന്മാരുണ്ട്. അപ്പോൾ അവർക്ക് എന്ത് ചെയ്യാം? നമുക്ക് തേൻ ചേർക്കാം. തേന ചേർക്കണമെങ്കിൽ നമുക്ക് പച്ചമുളകും വേണ്ട, ഉപ്പും വേണ്ട. പച്ചമുളകും ഉപ്പും ഒഴിവാക്കിയിട്ട് ഇത് അരിച്ചെടുത്തതിൽ 1 ടേബിൾ സ്പൂൺ തേനും കൂടെ ചേർത്തിട്ട് അങ്ങോട്ട് എടുക്കുക. അളവൊക്കെ നിങ്ങൾക്ക് വ്യത്യാസപ്പെടുത്തി എടുത്തോ, നിങ്ങളുടെ രുചിക്ക് അനുസരിച്ച് മാറ്റി എടുത്തോ. എന്താ വെച്ച് കഴിഞ്ഞാൽ ചെറുനാരങ്ങയും ഇഞ്ചിയും അതിൽ നിർബന്ധമാണ്, മിന്റിൻ്റെ അലയും. എന്താ വെച്ച് കഴിഞ്ഞാൽ ഇത് ദഹിക്കാനായിട്ടും ഇച്ചിരി ഗുരുത്വം കൂടുതലാണല്ലോ, മധുര രസമാണ്, പിന്നെ ഫൈബർ ധാരാളം ഉണ്ട്. അപ്പോൾ ശരിക്കും ദഹിച്ച് ശരീരത്തിലേക്ക് പിടിക്കണമെങ്കിൽ അല്പം ഇഞ്ചിയും ചെറുനാരങ്ങയും കൂടെ ഉണ്ടായാൽ നല്ലതാണ്. മനസ്സിലായോ? അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഈ മിന്റിൻ്റെ പുതിനയിലയും കൂടി ചേർക്കാൻ പറഞ്ഞത്. അപ്പോൾ നല്ല ടേസ്റ്റ് ആവും. അരിച്ചെടുത്തിട്ട് അതങ്ങോട്ട് കുടിച്ചോ. ആ ക്ഷീണമൊക്കെ അങ്ങോട്ട് മാറാനായിട്ട് ഒരു 11 മണി നേരത്ത്, അല്ലെങ്കിൽ ഒരു 4 മണി 5 മണി നേരത്ത് ഇത് ഓരോന്നാ കഴിച്ചു നോക്കി, നല്ല ക്ഷീണമൊക്കെ മാറും. ആ ക്ഷീണമൊക്കെ മാറി നല്ല ഉണർവും ഉന്മേഷം ഉണ്ടോ. പതിവായിട്ട് കഴിക്കണം കേട്ടോ. അപ്പോൾ ഇത് ആന്റി ക്യാൻസറസ് എഫക്റ്റ് ഉണ്ട്, സ്കിന്നിന് നല്ലതാണ്. ഫേഷ്യലായിട്ടൊക്കെ ഫേസ് പാക്കൊക്കെ ആയിട്ട് ഉപയോഗിക്കാം. പിന്നെ ഇതുകൊണ്ട് ഈ ഹെർബൽ ടീ ഉണ്ടാക്കി കുടിച്ചു കഴിഞ്ഞാൽ, ജാക്ക് ഫ്രൂട്ട് ലീഫ് ടീ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ വിദേശ രാജ്യങ്ങളിൽ ഇതിനൊക്കെ ഭയങ്കര ഡിമാൻഡ് അത്രേ. അതൊക്കെ പൗഡർ ആക്കിയിട്ട് നമ്മുടെ ചായപ്പൊടിയും കാപ്പിപ്പൊടിയൊക്കെ വരുന്ന മാതിരി അവിടെ വിറ്റ് തുടങ്ങി. എന്താ വെച്ച് കഴിഞ്ഞാൽ ഇതിന്റെ ആന്റി ക്യാൻസറസ് പ്രോപ്പർട്ടീസ് വളരെ ഫേമസാണ്. അതുപോലെ ഈ WBC കൗണ്ട് കൂട്ടാനായിട്ട് സഹായിക്കുക. ആന്റി ഓക്സിഡൻസ് ധാരാളം ഉള്ളതുകൊണ്ട് നമ്മുടെ ശരീരത്തിലെ ഫ്രീ റാഡിക്കൽസിനെ ഇല്ലാതാക്കുന്നതിനും, അപ്പം തന്നെ നമുക്ക് ശരീരത്തിൽ രോഗപ്രതിരോധ ശേഷി കൂടുമല്ലോ. പിന്നെ ഹാർട്ടിന്റെ ഹൃദയാരോഗ്യത്തിനും അതുപോലെ BP കുറയാനും സഹായിക്കുന്നു എന്ന് പറഞ്ഞോടുകൂടി ലോകശ്രദ്ധ മുഴുവൻ ഇതിലേക്ക് തിരിഞ്ഞോടിക്കുന്നുണ്ട്. ഇനി ചക്കയുടെ കാര്യം പറയണല്ലോ, അത് പിന്നീട് നമുക്ക് മറ്റൊരു എപ്പിസോഡിൽ പറയാം. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക, എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക, എല്ലാ ഗ്രൂപ്പിലും ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇനി മുതൽ വേറെ പ്രധാന കാര്യം, നമ്മുടെ വീഡിയോ രാത്രി 9 മണിക്കാണ്. അതായിരിക്കും കൂടുതൽ പേർക്ക് സൗകര്യമാവുമെന്ന് ചിലർ അഭിപ്രായപ്പെട്ടതുകൊണ്ടാണ് അങ്ങനെ ചെയ്യണം. എനിക്കും സൗകര്യം അതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ 9 മണിക്ക് നമ്മുടെ ചാനലിൽ വീഡിയോ ഉണ്ടാവും. അപ്പോൾ എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക, ലൈക്ക് ചെയ്യാൻ മറക്കരുത്. വീഡിയോ തുടക്കം മുതൽ സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ കണ്ടാലേ ഇതിന്റെ കാര്യങ്ങൾ മനസ്സിലാവുള്ളൂ. അപ്പോൾ അതുകൊണ്ട് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ 1-2 ആവർത്തിച്ചുകൊണ്ട് കണ്ടോളൂ. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ താഴെയുള്ള റെഡ് ബട്ടണിൽ പ്രസ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും ഓൾ നോട്ടിഫിക്കേഷൻ എനേബിൾ ചെയ്യുക. അപ്പോൾ ഡെയിലി നമ്മൾ പോസ്റ്റ് ചെയ്യുന്ന വീഡിയോയുടെ ലിങ്ക് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ തൽക്കാലം നിർത്തുന്നു. നന്ദി, നമസ്കാരം. ഞാൻ ഡോക്ടർ സേവിയർ. മറ്റൊരു വീഡിയോയിൽ അടുത്ത ദിവസം വീണ്ടും കാണാം. ആദ്യം ആയുർവേദം.